ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ചുവന്ന പരിപ്പാണ്. അത് നല്ലവണ്ണം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കഷ്ണം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊരു അടുപ്പിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നത് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നുള്ളി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഇളക്കുക. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയാണ് വാട്ടിയെടുക്കേണ്ടത്. വെണ്ടയ്ക്ക ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് റെഡിയായിട്ട് അതിലേക്ക് നമ്മൾ സവാള, മത്തൻ, കായ, ബീട്രൂട്ട്, ക്യാരറ്റ്, തക്കാളി, മുരിങ്ങാക്കായ്, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണ്ടുന്നത്ര ഉപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളത് അടുപ്പിൽ വെച്ച് വേവിക്കുക. വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് വാട്ടി വെച്ച വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ആവശ്യത്തിന് വേണ്ടുന്ന പുളിയും നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അത് പുളിക്കനുസരിച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പുളിയും ഒഴിച്ചിട്ട് നല്ലവണ്ണം തിളക്കുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.